ശ്രീ റോജി എം ജോൺ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ അൻവർ സാദത്ത്. സർ, ഇവിടെ സനീഷ് കുമാർ ചോദിച്ച ചോദ്യം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നിരുന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പീരീഡ് നമുക്ക് ക്ലാസ്സുകളിൽ സ്കൂളുകളിൽ വെക്കാമെന്ന് പറഞ്ഞിരുന്നു. മാസത്തിൽ ഒരു പീരീഡോ അല്ലെങ്കിൽ അതിന് പ്രായോഗികമായ എന്താ കഴിയാവുന്ന ആ രീതി ചെയ്യാമെന്ന്. സാർ, അത് നടപ്പിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സാർ, അത് സമയബന്ധിതമായി ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു പീരീഡ് അനുവദിക്കാമെന്ന് പറഞ്ഞത് നടപ്പിലാക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. കാരണം അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ ക്ലാസ്സിലൂടെ കേട്ടാൽ അവരുടെ മനസ്സിലേക്ക് അത് കയറി ചെല്ലുകയും ഒരു പക്ഷേ ഇങ്ങനെയുള്ള ശക്തികൾ അവരെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവർക്ക് അതിൽ നിന്ന് മാറിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെൻറ് ആ പീരീഡ് അനുവദിക്കുന്ന കാര്യം എത്രയും വേഗം നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. സർ, ഇതിനകം പാഠ്യപദ്ധതിയിൽ ഈ വിഷയം ഉൾപ്പെടുത്താൻ സർക്കാർ ഗൗരവമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. SCERTയുടെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളിൽ അടിസ്ഥാന ശാസ്ത്രം, അറബിക്, സയൻസ്, മലയാളം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ UP അതുപോലെ ഹൈസ്കൂൾ തലങ്ങളിൽ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജീവശാസ്ത്രം 9ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം പാഠപുസ്തകത്തിൽ 3ാമത്തെ അധ്യായത്തിൽ മയക്കുമരുന്ന് എങ്ങനെ പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന ആശയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5ാം അധ്യായത്തിൽ പ്രവർത്തനങ്ങൾ എന്ന ഭാഗത്ത് ഉപവിഷയമായി ആൽക്കഹോൾ, പുകയില, മയക്കുമരുന്ന് എന്നിവയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സാമൂഹ്യശാസ്ത്രത്തിൽ 7ാം ക്ലാസ്സിൽ മദ്യത്തിൻ്റെ വിപത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അറബിക്കിൽ 7ാം ക്ലാസ് അറബിക് ഓറിയന്റൽ പാഠപുസ്തകത്തിൽ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടിസ്ഥാന ശാസ്ത്രം 7ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റിൽ ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. മലയാളം പാഠപുസ്തകത്തിൽ സുഗതകുമാരിയുടെ സ്നേഹപൂർവം അമ്മ എന്ന പേരിലുള്ള കത്ത്, അത് ലഹരി ബോധവൽക്കരണത്തിന് വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണ്. ആ പാഠഭാഗം ആ ഉദ്ദേശത്തോടു കൂടി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 25-26 അധ്യയന വർഷത്തിൽ 6ാം ക്ലാസ്സിൽ വരുന്ന അധ്യയന വർഷത്തിൽ 6ാം ക്ലാസ്സിൽ അടിസ്ഥാന ശാസ്ത്രം, 8ാം ക്ലാസ് ഇംഗ്ലീഷ് എന്നീ പാഠപുസ്തകങ്ങളിൽ ലഹരി ഉപയോഗത്തിനെതിരായി അവബോധം ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തുടർന്ന് വരികയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഉൾപ്പെടുത്തി. ഇനി വരുന്ന അധ്യയന വർഷത്തിലും പാഠഭാഗങ്ങൾ ഇത് സംബന്ധിച്ചുള്ളത് വിവിധ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൻ്റെ ആക്ടിവിറ്റി ബുക്കിൽ പലയിടങ്ങളിലായി ലഹരി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. SCERT ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഹ്ലാദത്തിൻ്റെ പുതുവഴികൾ എന്ന റഫറൻസ് പുസ്തകം, ജീവിതമാണ് ലഹരി എന്ന ലഘുപുസ്തകം, ലഹരിയോട് പറയാം ഗുഡ് ബൈ എന്ന ലഘുലേഖനം എന്നിവയെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അധ്യാപകർക്കുള്ള പരിശീലന മൊഡ്യൂൾ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ തയ്യാറാക്കി അധ്യാപകർക്ക് ഏകദിന പരിശീലനം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പാഠപുസ്തകങ്ങളിൽ ഇത് ഉൾപ്പെടുത്താനും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുമുള്ള ഗൗരവമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരും എന്നാണ് അറിയിക്കാനുള്ളത്. ബാക്കി കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എല്ലാ നിർദ്ദേശങ്ങളോടും സർക്കാരിന് തുറന്ന സമീപനമാണുള്ളത്. ആ നിർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിൽ നിന്ന് സ്വീകരിക്കാവുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കും.